നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരു പുതുമുഖം, യുവതാരം അല്ല, 33-കാരൻ സാരാംശ് ജെയിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. ആരാണ് ഈ സാരാംശ് ജെയിൻ? എങ്ങനെ ഈ 33-ാമത്തെ വയസ്സിലൊക്കെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ആദ്യ വിളി വരുന്നു? ഇങ്ങനെ 30 വയസ്സിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഡെബ്യൂ ചെയ്തതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ്, 1998-ലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ്. സാരാംശ് ജെയിൻ 33 വയസ്സുള്ള ഓൾറൗണ്ടറാണ്, ഓഫ് സ്പിൻ ഓൾറൗണ്ടറാണ്, മധ്യപ്രദേശിൻ്റെ താരമാണ്. അപ്പോൾ അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് ബാറ്റ് ചെയ്യും, പിന്നെ റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിൻ ബൗളിംഗ് ആണ് അദ്ദേഹം നടത്തുന്നത്. 54 ഫസ്റ്റ് ക്ലാസ് ഗെയിമുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2223 റൺസ്, അറ്റ് ആൻ ആവറേജ് ഓഫ് 31.75, 188 വിക്കറ്റുകൾ, അറ്റ് ആൻ ആവറേജ് ഓഫ് 27.3. അതോടൊപ്പം തന്നെ 67 ലിസ്റ്റ് എ മത്സരങ്ങളിലും പിന്നെ T20 മത്സരങ്ങളിലുമൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് ജേണി എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം മുൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ സുബോധ് ജെയിനിൻ്റെ മകനാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടക്കം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തെ ശരിക്കും നമുക്ക് ലേറ്റ് ബ്ലൂമർ എന്ന് വിളിക്കാവുന്നതാണ്. 2014 അദ്ദേഹത്തിൻ്റെ രഞ്ജി ട്രോഫി അരങ്ങേറ്റം. പക്ഷേ അദ്ദേഹം ലൈം ലൈറ്റിലേക്ക് വരുന്നത് 2022 മാത്രമാണ്. അതുവരെ 8 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ. ദെൻ അദ്ദേഹം മധ്യപ്രദേശിന് വേണ്ടിയിട്ട് നോക്കൗട്ടിൽ ശരിക്കും ഒരു സ്റ്റാറായിട്ട് മാറുന്നു. 13 വിക്കറ്റുകൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഹാഫ് സെഞ്ചുറി നേടുന്നു, ടീമിനെ മുന്നോട്ട് പോകാനുള്ള സഹായം നൽകുന്നു. ദെൻ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 518 റൺസ് അദ്ദേഹം അടിച്ചു ലാസ്റ്റ് രഞ്ജി ട്രോഫിയിൽ, ആറ്റ് ആൻ ആവറേജ് ഓഫ് 57.55. 518 റൺസ് അടിച്ചത് മാത്രമല്ല, 20.43 ആവറേജിൽ 30 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. സോ ദുലീപ് ട്രോഫിയിലും അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തി. സെൻട്രൽ സോണിന് വേണ്ടി കളിച്ചിട്ട് 2 ഹാഫ് സെഞ്ചുറികൾ നേടി 16 വിക്കറ്റുകൾ 2 മത്സരങ്ങളിൽ നിന്ന് നേടുകയുണ്ടായി. പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറക്കുന്നത്? അതിനൊന്ന് രണ്ട് കാരണങ്ങളുണ്ട്. വാഷിങ്ടൺ സുന്ദർ ആദ്യത്തെ ടെസ്റ്റിന് അവൈലബിൾ അല്ല, ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അപ്പം അതൊരു കാരണമാണ്. പകരം ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ എടുക്കണം. അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ ബാറ്റർമാരിൽ ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റേഴ്സിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ ഒരു ഓഫ് സ്പിന്നർ സ്ക്വാഡിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഇന്ത്യൻ സെലക്ടേഴ്സ് ചിന്തിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് ജെയിൻ സ്ക്വാഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം കഴിഞ്ഞ മാസത്തെ ആ ഒരു ടൂറിൽ, എ ടീമിൻ്റെ ടൂറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും അദ്ദേഹം ആദ്യ മത്സരത്തിൽ അത്ര നോട്ടബിളായിട്ടുള്ളൊന്നും ചെയ്തില്ല. പക്ഷേ സെക്കൻഡ് മത്സരത്തിൽ അദ്ദേഹം 70 റൺസ് അടിച്ച് പുറത്താകെ നിൽക്കുകയും 6 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അതോടുകൂടി സ്വാഭാവികമായിട്ടും സെലക്ടർമാർ അദ്ദേഹത്തെ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ശ്രീലങ്കയിലെ പിച്ചുകൾ, സ്വാഭാവികമായിട്ടും ആ പിച്ചിൽ ഇന്ത്യ 3 സ്പിന്നർമാരെ വെച്ച് കളിക്കാനുള്ള സാധ്യതയാണുള്ളത്. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, ഈ 2 പേരും ഷുവർ സ്റ്റാർട്ടേഴ്സാണ്. മൂന്നാമത് ആര് എന്നുള്ളതാണ്. ഇപ്പോൾ മനവ് സുഥാർ, അതുപോലെ സാരാംശ് ജെയിന്, ഇതിൽ ഒരാളെയാണ് പിന്നെ കളിപ്പിക്കേണ്ടി വരിക. അവരിലൊരാളാണ് തേർഡ് സ്പോട്ടിന് വേണ്ടിയിട്ട് പോരാടുക. സുഥാർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഡെബ്യൂവിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത്. 7 വിക്കറ്റുകൾ എടുത്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ജഡേജയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നറെ കളിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ശ്രീലങ്കൻ ടീമിൻ്റെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ
ജെയിന് അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അരങ്ങേറ്റം കുറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചാൽ, ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചാൽ ജെയിൻ വിൽ ബിക്കം ദി ഫസ്റ്റ് ഇന്ത്യ പ്ലെയർ ടു ഡു സോ ആഫ്റ്റർ ദി ഏജ് ഓഫ് 33 സിൻസ് റോബിൻ സിംഗ് ഇൻ 1998. 1998 റോബിൻ സിംഗ് അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം 33 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്ന സംഭവമായിട്ടത് മാറും. എന്തായാലും സാരാംശ് ജെയിന് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.